ആയിട്ടുള്ള മിസ്സിസ് വർമ്മ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഞാൻ ഈ ഒരു 2-3 മണിക്കൂർ നേരം കൊണ്ട് ചെലവഴിച്ചത്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ കലാലയങ്ങൾക്കുള്ള സ്ഥാനം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ അനീതിക്കും അനാചാരങ്ങൾക്കുമെതിരെ കലാലയങ്ങളുടെ കലാപങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പലരും സൂചിപ്പിച്ചു, നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് മുതിർന്ന സുഗുണൻ സാർ സൂചിപ്പിച്ച പോലെ 70-കൾക്ക് ശേഷം കേരളത്തിലെ കലാലയങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൽക്കരണത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ചില സാംസ്കാരികമായിട്ടുള്ള നേട്ടങ്ങൾ ഇന്ന് പഠിക്കുന്ന ഇന്നത്തെ തലമുറയിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമസ്ത മേഖലകളിലും രാഷ്ട്രീയത്തിൽ നിന്ന് വിരുദ്ധമായി അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെതായിട്ടുള്ള ചില മേഖലകൾ കുട്ടികളിലേക്ക് കടന്നു വരികയും അവർ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാത്തതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് വിഭിന്നമായി കേരളവർമ്മ കോളേജ് പോലുള്ള ഈ കേരളത്തിലെ പ്രധാനപ്പെട്ടുള്ള കോളേജുകളിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെതും സാംസ്കാരികമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെയുമായിട്ടുള്ള ഒരു കാലഘട്ടം ഓർമ്മിക്കാൻ എനിക്ക് ഇടയായി. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇവിടെ പാട്ടുവേണ്ടി മുഹമ്മദ് അലി പറയുകയുണ്ടായി, ഞാൻ പഠിച്ചത് യഥാർത്ഥത്തിൽ MES അസ്മാബി കോളേജിലാണ്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അസ്മാബി കോളേജിലായിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ MES അസ്മാബി കോളേജ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കോളേജിൽ നിന്ന് എലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇടതുപക്ഷ സംഘടനയുടെ പ്രതിനിധിയാണ് ഞാൻ യഥാർത്ഥത്തിൽ. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ഓർമ്മ യഥാർത്ഥത്തിൽ മുഹമ്മദ് അലി തന്നെ പുതുക്കാൻ, ഇവിടുത്തെ ചില വിഷ്വൽസ് കണ്ടുകൊണ്ടുകൂടി പുതുക്കാൻ എനിക്ക് ഇടവന്നു. യഥാർത്ഥത്തിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഒമാൻ ഫാർമിൽ വർക്ക് ചെയ്യുന്നു. കൂടാതെ അതിനേക്കാളും ഇവിടെ സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ചില സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബിൽ 9 കൊല്ലക്കാലം ട്രഷററായിരുന്നു. ഇവിടെ ഇപ്പോഴും ചില സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഭാര്യ പരിചയപ്പെട്ട് കാണുമായിരിക്കും, ബിന്ദു ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആശംസ പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 സജഷൻസും കൂടെ പറയാനുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം കൂട്ടായ്മകൾ കൂടുമ്പോൾ കുടുംബങ്ങളും എല്ലാ ആൾക്കാരും തമ്മിൽ ഇന്ററാക്ഷൻസ് നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ സദസ്സും വേദിയും തമ്മിലുള്ള ഒരു അന്തരം ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അടുത്ത പ്രാവശ്യം മുതൽ ഇതിൻ്റെ സംഘാടകരോടും ഭാരവാഹികളോടും നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഇത്തരം സദസ്സെന്നോ വേദി എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാവുന്ന യഥാർത്ഥത്തിൽ ഈ സ്റ്റേജിൻ്റെ ആവശ്യകത പോലും ഇല്ല യഥാർത്ഥത്തിൽ. കാരണം കുറേ പേര് സദസ്സിൽ കാഴ്ചക്കാരായിട്ടിരിക്കുന്നു, ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഇന്ററാക്ഷൻസ് മാത്രം സുഹൃത്തുക്കളിലൂടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. തിരിച്ച് വേദിയിൽ ഒരുപാട് പേര് അവരുടെ കലാപ്രകടനങ്ങൾ നടത്തുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ട് രണ്ടും കൂടെ ഒന്നാവുന്ന, സദസ്സും വേദിയും കൂടെ ഒന്നാവുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു അലുമിനി കൊണ്ടുപോകണം. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഭാവുകങ്ങളും നേരാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുന്നു. നല്ലൊരു കൈയോടുകൂടി അവസാനിപ്പിക്കാം. എല്ലാവരും വളരെ തണുത്ത മട്ടിലിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വേണ്ടുന്നത് നല്ലൊരു കൈയടി പോരാ, ഒന്നും കൂടെ കുറച്ചും കൂടെ ഉച്ചത്തിൽ നല്ലൊരു കൈയോടുകൂടി യഥാർത്ഥത്തിൽ ഈ ഒരു കേരളവർമ്മ കോളേജ് വളരെ ചരിത്ര പ്രാധാന്യം വഹിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിക്സഡ് കോളേജുകളൊക്കെ വന്നു. പക്ഷേ മിക്സഡ് കോളേജ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിച്ചിരുന്ന സാംസ്കാരികമായിട്ട് മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു കോളേജാണ് കേരളവർമ്മ കോളേജ്. എനിക്ക് എപ്പോഴും ഓർക്കാൻ കഴിയുന്നത്, ബിന്ദുക്ക് എപ്പോഴും കേരളവർമ്മ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, ആ ഒരു വികാരം ഓരോരുത്തരും, നിങ്ങൾ കേരളവർമ്മയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഓരോരുത്തരും ആ വികാരം നെഞ്ചിലേക്ക് നടക്കുന്നവരാണ്. ആ വികാരം കാത്തു സൂക്ഷിക്കണം, ആ വികാരം നിലനിർത്തണം. ഈ ഒരു കൂട്ടായ്മ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു കൈയോടുകൂടി അവസാനിപ്പിക്കുക. ഇനി